ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ പെട്രോൾ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നോട്ട് ഞാൻ 1 മന്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഡെയിലി 1000 റുപ്പീസ് വെച്ച് ഏൺ ചെയ്യണം. അങ്ങനെ ഒരു മാസം ഏൺ ചെയ്തിട്ട് 30,000 രൂപയാക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. भैया 110 റാപ്പിഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഓട്ടം കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാം. നമുക്ക് പുള്ളിനെ കൊണ്ടുവിടാം. രാവിലെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് ആകുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയിട്ട് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇന്നലെ തന്നെ വണ്ടി ആക്സിഡൻ്റ് ആയത് കണ്ടോ? വണ്ടിയിൽ മിറർ ചെറുതായിട്ട് പ്രശ്നമായിട്ടുണ്ട്. മിറർ പൊട്ടി, ബോഡി മിറർ ലൂസായിട്ടുണ്ട്. ഇന്ന് ഓട്ടം കഴിഞ്ഞ് ടൈം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും വർഷാപ്പിൽ കയറിയിട്ട് അതൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കസ്റ്റമറെ പിക്ക് ചെയ്യാനായിട്ട് പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ട് പുള്ളി നടന്നു വരുന്നുണ്ട്. പുള്ളി ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞത്. 6641 അങ്ങനെ നമ്മൾ കസ്റ്റമറെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവിടുത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വരുന്ന വഴിക്ക് നമ്മൾ സൊമാറ്റോ ഡെലിവറി ബോയിനെ കണ്ടു. ഈ പുള്ളിയുടെ ലൈഫിൽ പോരാടുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നത്. പുള്ളിയിലെ കുറവുകളൊക്കെ വെച്ചിട്ട് ലൈഫിനോട് പോരാടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് ശരിക്കുള്ള മോട്ടിവേഷൻ നമുക്ക് തോന്നാൻ. രാവിലെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഈ കസ്റ്റമർ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയില്ല. പുള്ളിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് BTMലേക്കാണ്. പക്ഷേ അത്യാവശ്യം ബ്ലോക്ക് ഉള്ളതുകൊണ്ട് 1 മണിക്കൂറിന് മേലെയാവും സമയം പുള്ളിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബോക്സറിനെ കണ്ടു. പുള്ളിക്കാരനെ നടത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നൈസായിട്ട് വണ്ടിയൊക്കെ നോക്കിയാണ് നിൽക്കട്ടെ. രാവിലെ തന്നെ ചെറുതായിട്ട് മഴക്കോളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓട്ടം എന്താവും ഒരു പിടിയില്ല. ഇന്ന് നമ്മൾ 30K ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്നൊരു 1000 രൂപ ഇങ്ങനെയും വൈകുന്നേരം ആകുമ്പോൾ ഓടുന്നൊക്കെ ഉണ്ടാകണമായിരുന്നു. പക്ഷേ അത് മിക്കവാറും മഴ കൊണ്ടുപോകുന്നതാണ് തോന്നണത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നൊരാണെന്നുള്ളത്. മഴയെങ്കിൽ പിന്നെ ഓടാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഓടും. കസ്റ്റമർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാം. 1363 ഓക്കെ സർ, ബൈറ്റ്. അടുത്തൊരു ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ജയനഗറിലേക്കാണ് ഓർഡർ അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. അവിടെ നിന്ന് അടുത്ത ഓട്ടം കിട്ടും നോക്കാം. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് വേണം ഫുഡ് കഴിക്കാൻ. ഡ്രോപ്പിംഗ് ലൊക്കേഷനിൽ നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 കിലോമീറ്റർ ഉണ്ടായി പിക്ക് ചെയ്യാൻ. 1 കിലോമീറ്റർ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കസ്റ്റമർ അത് ക്യാൻസൽ ചെയ്തു. ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് അവിടെ എത്താൻ കുറച്ച് ഒരു 5 മിനിറ്റ് ടൈമായി. അപ്പോൾ സമയം കൂടുതലുകൊണ്ട് അപ്പോൾ തന്നെ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അടുത്ത ഓർഡർ കിട്ടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേനും അതും ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ബ്ലോക്കുള്ള ടൈമിൽ ഇങ്ങനെ കുറേ ക്യാൻസൽ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വീണ്ടും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കസ്റ്റമറെ മെസ്സേജ് അയച്ചു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ലാന്ന്. ഈ കസ്റ്റമർ നല്ലൊരു കസ്റ്റമറായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഓർഡർ ക്യാൻസൽ ചെയ്തില്ല. ഈ പുള്ളിക്കാരനെ പിക്ക് ചെയ്യാനായിട്ടൊരു 2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് സർജാപുര സൈഡിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ഏരിയ. രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 10:30 അപ്പോൾ നമ്മൾ സമയമില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു പപ്സ് പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറെ പിക്കപ്പ് ലൊക്കേഷനിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കണത്. പുള്ളി വരാനായിട്ട് ഒരു 5 മിനിറ്റ് പിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമുക്ക് സമയം അത്രയും ലാഭിക്കാമല്ലോ. അല്ലെങ്കിൽ കടയിലിരുന്ന് കഴിക്കുമ്പോൾ അത്രയും സമയം പോവും. അപ്പോൾ ഓട്ടം കിട്ടില്ലല്ലോ. ഇതാകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡും കഴിച്ച് കസ്റ്റമറെ പിക്ക് ചെയ്തു. ഇപ്പോൾ അതേ ഡ്രോപ്പിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ പുള്ളി വണ്ടിയും വരുന്നിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഇവിടെ ഓട്ടോക്കാരുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പുള്ളി ഇറങ്ങാണ്ട് വണ്ടിയും വരുന്ന തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടു തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ പോണ വഴിക്ക് നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കസ്റ്റമറെ പോയി പിക്ക് ചെയ്യാം. ഇന്നത്തെ ഓട്ടോ അവസാനിച്ച് ഞാൻ PGയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കാണ് ഒരു BMW കാർ കണ്ടത്. അത്യാവശ്യം കിട്ടില്ല വണ്ടിയുണ്ട്. ഇന്നത്തെ മോർണിംഗ് റൈഡ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നേരെ PG പോകണം. എനിക്ക് മെഡിസിൻ എടുക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് ഓടാം. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഡ്യൂട്ടിക്ക് ഇറങ്ങാണ്. ഫുള്ള് മഴയായിരുന്നു ഇത്ര നേരം. അപ്പോൾ 8 മണിയായിട്ടാണ് നമുക്ക് ഓട്ടത്തിന് ഇറങ്ങിയേക്കണേ. പിന്നെ നമുക്കിന്ന് എത്ര ഓട്ടം കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ PG. വണ്ടി ഫുള്ള് മഴ നനഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഓട്ടത്തിന് ഇറങ്ങാനായിട്ട്.
അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ വീണ്ടും പെട്രോൾ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അടിച്ച പെട്രോൾ കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരത്തെ ഓട്ടത്തിന് വീണ്ടും 1 ലിറ്റർ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് അടുത്ത ഓട്ടം പിടിക്കാം. 110. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബ്ലോക്കാണ് റോട്ടിൽ. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്കന്മാർ നടക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത കസ്റ്റമറെ പിക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. കൊടുക്കൂടി മേഡം. 267. അപ്പം ഇനി അടുത്തൊരു കസ്റ്റമർ അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ പോവാം. പിന്നത്തെ ദിവസം നമ്മുടെ ടാർഗറ്റ് നമുക്ക് കുട്ടിക്കാണ്ട് 1000 റുപ്പീസാണ് ടാർഗറ്റ്. അതൊന്ന് കുട്ടിക്കണം. This time sitting side. ആ. അപ്പോൾ ആ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞ വഴി നമ്മൾ കുറച്ച് അമ്മയും പിള്ളേരെയും കണ്ടു. അവരോട് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ റോഡ് കണ്ടോ, നാട്ടിലേക്കാളും കഷ്ടമാണ് ബാംഗ്ലൂരിലത്തെ ചില സ്ഥലങ്ങളിലത്തെ റോഡുകൾ. റോഡാണോ തോടാണോ എന്ന് നമുക്കറിയില്ലേ, അത്രയും വലിയ കുഴികളൊക്കെ റോഡിൽ. നമുക്ക് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്ത ഓട്ടം പിടിക്കാം. मैडम 82. मेरा फ़ोन चार्जिंग हो गया है. कैन आई पे यू नाउ? കസ്റ്റമറെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴേ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി തുടക്കത്തിൽ 50 രൂപ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അടുത്തുനിന്ന് തന്നെ വീണ്ടും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. थोड़ा स्लोली चलाना. 651. बैठो. हाँ बेटी. मैडम 43. हाँ 43. हाँ स्कैनर. ये आप अपना नंबर दे दो. मेरा सर्वर डाउन है, मैं करती हूँ. तो स्कैनर का फ़ोटो दे दो. और आपका नंबर बोलो, मैं कॉल करती हूँ आपको. ഈ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സെർവർ ഡൗൺ ആയിരുന്നു. അപ്പോൾ നമ്പർ മേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് വണ്ടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ എത്തും, കസ്റ്റമർ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകും, കസ്റ്റമർ കട്ട് ചെയ്യും. അങ്ങനെ കുറച്ചായി ഓർഡർ നടക്കണം. ഇപ്പോഴൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ എടുത്തു, അത് കട്ടായി. ഇന്നത്തെ പരിപാടി ഇനി ഓടിയിട്ട് വലിയ കഥയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടം നിർത്തി PG യിലേക്ക് പോവാം. നമ്മുടെ ടാർഗറ്റ് 1000 റുപ്പീസ് സെൻഡ് ചെയ്തോ എന്നുള്ളത് അറിയേണ്ടത് നിങ്ങൾക്ക്.